അങ്ങനെ ഓരോ ഭാഗവും ഇളക്കി ഇളക്കി താരനെ ഇളക്കി ഇളക്കി തന്നെ വേണം നമ്മൾ ഈ എണ്ണ തേക്കാനായിട്ട്. അല്ലാതെ നമ്മൾ താരനെ അതിന്റെ മണ്ടേ വെച്ചിട്ട് വീണ്ടും എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പിന്നീട് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ രണ്ടുപേര് ചോദിച്ചിട്ടുള്ളത് നിതീഷ് എന്നും മഞ്ജു രണ്ടുപേര് ചോദിച്ചു എണ്ണ സെയിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കാം ചോദിക്കുന്നത്. നിതീഷും മഞ്ജുവിൻ്റെ അടുത്ത് പറയാനായിട്ട്, ഞാൻ അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി ഒന്നും എണ്ണ കാച്ചിയതല്ല. അതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്തു തരാം. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സാധനം എൻ്റെ കയ്യിൽ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുമെന്ന്, ഒരാൾ തരുമെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ആൻറ്റി. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കമൻസിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരറിയാൻ വേണ്ടി ഞാൻ അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിലൂടെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നാരങ്ങ നീർ പിഴിയുന്ന കാര്യം അതിൽ വിട്ടുപോയി. നാരങ്ങ നീര് പിഴിഞ്ഞ് കറക്റ്റ് സമയത്ത് ഞാൻ പിഴിയുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ക്യാമറമാൻ നമ്മളെ ചതിച്ചു. അത് 1 മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട് എഡിറ്റിംഗ് സംഭവിച്ചതാണ്. പിന്നെ ഇതിന്റെ ഒരു 10 മാസം മുമ്പ് ഞാൻ ഇതിന്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ എണ്ണ കാച്ചുന്നത്. അന്ന് പക്ഷെ ഇത്രയും സാധനങ്ങൾ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മുടെ ടെറസിന് മണ്ടേ വെള്ളമൊക്കെ ഒഴിച്ച് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചപ്പോഴത്തേക്ക് അവരൊക്കെ കിളിച്ചു വന്നു. അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ കൂടി ഒന്നാമത് എൻ്റെ തലയൊക്കെ മുട്ടയൊക്കെ അടിച്ച് മുടിയൊക്കെ കിളിച്ചു വരില്ലേ, നല്ല തിക്കാണ് മുടിക്ക്. അപ്പൊ ഞാൻ കരിയാപ്പിന്റെ മണ്ട നുള്ളിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ ഈ ഒരു കൈതോന്നി വന്ന് നല്ല തഴച്ചില വളമെല്ലാം അവിടെ അവർ പിടിച്ചെടുത്ത് നിൽക്കുകയല്ലായിരുന്നു. ഇതെനിക്ക് കളയാനേ തോന്നിയില്ല. കാര്യം വെച്ചാൽ നല്ല കട്ടി, നിങ്ങൾ കണ്ടു കാണുമല്ലോ, നല്ല കട്ടി ഇലകളൊക്കെ ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് എണ്ണ കാച്ചുന്ന ഒരു ചിന്ത വന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഓരോ ചെടിച്ചട്ടി ഓരോ സംഭവങ്ങളും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അത്യാവശ്യം സംഭവങ്ങളെല്ലാം നട്ടു വളർത്തിയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് കാച്ചിയ ഒരു എണ്ണയായിരുന്നത്. പിന്നെ നാരങ്ങ നീര് എപ്പോഴും ഞാൻ അതിനകത്ത് ഒഴിച്ചെന്ന് വെച്ചാൽ, എണ്ണ തിളച്ച് വന്ന സമയത്താണ് ഞാൻ നാരങ്ങ നീരൂടെ പിഴിഞ്ഞൊഴിച്ചത്. ആ നാരങ്ങ നീര് എന്തിനാ പിഴിഞ്ഞൊഴിച്ചതെന്ന് വെച്ചാൽ, താരൻ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമല്ലോ, ആ സമയം പോകാൻ വേണ്ടിയാണ് നാരങ്ങ നീരൂടെ ഞാൻ ആഡ് ചെയ്തത്. പിന്നെ ഇതിലെ ഒരു കമൻസിൽ ഒരാൾ ചോദിച്ചിരുന്നത്, ലതാ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ചെയ്യുന്ന വളം എന്താണെന്നുള്ളത്. ഈ കരിയാപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കരിയാപ്പിലയാണ്. അപ്പോൾ അത് എനിക്ക് കിട്ടിയിട്ട് 15 വർഷമായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ തടികൾ കാണുമ്പോൾ അറിയാതെ നല്ല വണ്ണം ഉള്ളതാണ്. അപ്പോൾ ഇതിനെ ശരിക്കും നമ്മൾ എങ്ങനെ ബുഷാക്കി വെച്ചേക്കെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ കിളിച്ച് വരുമ്പോൾ തന്നെ ഇതുങ്ങളുടെ മണ്ട ഇങ്ങനെ നുള്ളിയെടുക്കും. ഇപ്പം ഞാൻ കുറേയൊക്കെ മണ്ടകൾ നുള്ളിയെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ എണ്ണ കാച്ചാനൊക്കെ ഞാൻ എടുത്തത്, അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ നുള്ളിയെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം പൊട്ടിക്കിളിക്കാൻ തുടങ്ങും. ഇതെല്ലാം അങ്ങനെ പൊട്ടിക്കിളിക്കുന്ന ഇത് കണ്ടോ, പൊട്ടിക്കിളിക്കും. അവിടുന്ന് ഇവിടുന്ന് എല്ലാം അങ്ങോട്ട് ശാഖകളുണ്ടാവും, ശിഖരങ്ങളുണ്ടാവും. അങ്ങനെ ഞാൻ ഇതിനെ ഈ ബുഷാക്കി നിർത്തിയിരിക്കുന്നത്. പിന്നെ വളത്തെപ്പറ്റി ചോദിച്ചല്ലോ. വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ കുറച്ച് പച്ചക്കറികളൊന്നും ഞാൻ വെളിയിൽ കളയത്തില്ല. അതിനെല്ലാം പറക്കി വെച്ചിട്ട് വെള്ളം ഒഴിച്ച്, അതായത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് തട്ടും. എന്നിട്ട് അത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് പുളിച്ചിട്ട് അതിനെ ഞാൻ ഇരട്ടി വെള്ളമാക്കി ഇതിൻ്റെ എല്ലാം ചോട്ടി കൊണ്ടുവന്ന് ഒഴിക്കും. ഇവിടുത്തെ സകല ചെടികളുടെയും ചോട്ടി ഒഴിക്കും. പിന്നെ വന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം DAP എന്ന് പറഞ്ഞിട്ടൊരു വളമുണ്ട്. ഇതിൻ്റെ ഫുൾ നെയിം ഞാൻ കമൻസിലിട്ടേക്കാം. ഇത് നമ്മൾ ഒരു 3-4 സ്പൂൺ, അതായത് ആ ഒരു ചെറിയ റോസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ സ്പൂണാണ്, ഇതിൻ്റെ 2 സ്പൂണാണ് ഞാൻ ഇടുന്നത് റോസിനൊക്കെ. ഇവർക്കൊക്കെ ഞാൻ കുറേ ഏറെ ഇട്ട് കൊടുക്കും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഈ വളം ചെയ്യും. ഈ വളം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ശരിക്കും പൂക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ പൂക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം ഇത് ശരിക്കും അങ്ങ് നിറഞ്ഞ് തിക്കായിട്ട് അങ്ങ് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വളം ഭയങ്കര ഉപകാരമാണെന്നുള്ള, പൂവിന് വേണ്ടി മാത്രമല്ലാന്ന് പച്ചക്കറികൾക്കും എല്ലാം നല്ലതാണെന്നുള്ളത് എനിക്കത് മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെ ഈ വളം ഉപേക്ഷിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ വളം പറഞ്ഞു തരികയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പറ്റിയ ഒരു അബദ്ധം കണ്ടുപിടിച്ചതാണ് രണ്ടുപേര്, പ്രേമലത, പ്രസന്ന വിജയൻ. അതായത് ദർഭപ്പുല്ല് അല്ല, അത് കറുകപ്പുല്ലാണ്. ശരിയാണ്. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 1 മിനിറ്റ് വീഡിയോയിലേക്കാണല്ലോ നമ്മൾ ഈ ഒരു എണ്ണ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കറക്റ്റേ പറഞ്ഞു. നമ്മൾ ഈ ഒറ്റ സ്റ്റെപ്പിലല്ലല്ലോ ഇതൊന്നും എടുക്കുന്നത്. ഒരു ഷൂട്ടെന്ന് പറയുന്നത് പലതവണയായിട്ട് നമ്മൾ എടുക്കുന്നതാണ്. അപ്പം അതിൽ ഞാൻ കുറേ തവണയൊക്കെ കറക്റ്റാണെന്ന് പറഞ്ഞു. പക്ഷെ സ്പീഡിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ വായിൽ അങ്ങനെ അങ്ങ് ആയിപ്പോയതാ. സോറി. അവർക്ക് 2 പേർക്കും ഒരു താങ്ക്സ്. കാര്യം വെച്ചാൽ തെറ്റുകൾ നിങ്ങൾ തിരുത്തി കാണിക്കുമ്പോഴാണ് എനിക്കും കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഇവർ 2 പേർക്കും പറയുകയാണ്.
ഇതിൽ പിന്നെ ഒരാളുടെ സംശയം എന്ന് പറഞ്ഞാൽ ബീന ബിജു എന്ന ഒരാളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ കോൾഡ് വരുമോ എന്ന് ചോദിക്കുന്നത്. അതിൽ ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ തലവേദന വരുമോ, ജലദോഷം വരുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ജലദോഷം ചിലർക്ക് സാധാ എണ്ണ തേച്ചാലും ജലദോഷം വരാറുണ്ട്. ഈ പുള്ളിക്കാരി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പച്ചിലകൾ ചേർന്നതല്ലേ, അപ്പൊ ഓൾറെഡി അതിന് നല്ല തണുപ്പാണ്, തലയിൽ തേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പായിരിക്കും. അപ്പൊ എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ച് ഞാൻ പറയുകയാണ്, നമ്മൾ തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു ചെറിയ ചൂടൂടൊക്കെ നമ്മൾ ഈ തോർത്ത് വെച്ചൊക്കെ തലയിൽ നല്ലൊരു ആവിയൊക്കെ കൊണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഷാമ്പു ചെയ്ത് തല കഴുകി അങ്ങ് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ജലദോഷമൊന്നും വരില്ല. നമ്മൾ ഈ ഒരുപാട് സമയം രാവിലെ തേച്ചിട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴാണ് ചിലർക്ക് ഈ പറയുന്ന കോൾഡൊക്കെ വരാറുള്ളത്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇന്നിട്ടാലും നാളെ കിടന്നാലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ മിക്ക ആൾക്കാർക്ക് ഇത് സംഭവിക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. എന്തായാലും എണ്ണ സൂപ്പറാണ്. നമ്മൾ എത്ര കഴുകി കളഞ്ഞാലും നമ്മുടെ ഈ തലയോട്ടിൽ അതിന്റെ എണ്ണയുടെ അംശം കിടക്കും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ എണ്ണ തേച്ചാൽ മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കമന്റ്സിൽ ചോദിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് അനിത മേനോൻ എന്ന് പറഞ്ഞ ഒരാളാണ് ചോദിച്ചിട്ടുള്ളത്, മോന്റെ തലയിലെ താരൻ മാറുമോ എന്നാണ് അവർക്കറിയാല്ലേ. താരൻ മാറും. നമ്മൾ ഇപ്പം ഒന്നീ നല്ല വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കാച്ചിയ എണ്ണ ഉണ്ടെങ്കിൽ അതിനെ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നാരങ്ങ പകുതി വെച്ച് മുറിക്കുക. ഈ നാരങ്ങ പകുതി വെച്ച് മുറിച്ചിട്ട് നമ്മൾ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ തലയോട്ടിലെ ഈ ചീപ്പിന്റെ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അതിനെ ഇളക്കി വിടണം. എന്നിട്ട് ഈ നാരങ്ങ ഈ എണ്ണയിൽ ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് നന്നായിട്ട് തേച്ചിങ്ങനെ ഇളക്കി വിടണം, തേച്ച് പിടിപ്പിച്ച് വിടണം. അങ്ങനെ ഓരോ ഭാഗവും ഇളക്കി താരനെ ഇളക്കി തന്നെ വേണം നമ്മൾ ഈ എണ്ണ തേക്കാനായിട്ട്. അല്ലാതെ നമ്മൾ താരനെ അതിനെ മണ്ടേ വെച്ചിട്ട് വീണ്ടും എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല. പിന്നീട് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല ടവല് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട്, അത് ഉടനെ അല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അമക്കി വെച്ച്, അങ്ങനെ നമ്മൾ ഒരു ദിവസം അല്ല ചെയ്യേണ്ടത്, ഒരാഴ്ച ഒരു 2-3 പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ തലയിലെ താരൻ പമ്പ കിടക്കും. അത് 100% ഉറപ്പാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ അനുഭവമാണ്. എന്റെ തലയിൽ ഈ പറയുന്ന ഒരു ഐറ്റംസ് ഇല്ല, താരനും ഇല്ല, പേനും ഇല്ല, അങ്ങനത്തെ ഒരു മഹാഭാവിയാണ് ഞാൻ കേട്ടോ. പിന്നെ രണ്ടുപേര് ചോദിച്ചിട്ടുള്ളത് നിതീഷ് എന്നും മഞ്ജു, രണ്ടുപേര് ചോദിച്ചത് എണ്ണ സെയിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കാം ചോദിക്കുന്നത്. നിതീഷും മഞ്ജുവിന്റെ അടുത്ത് പറയാനായിട്ട്, ഞാൻ അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി ഒന്നും എണ്ണ കാച്ചിയതല്ല. അതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ ചെയ്തു തരാം. എനിക്കതൊരു വലിയൊരു സെയിലൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യം ഞാൻ ചെയ്തു തരാം. ഓക്കെ. കുറച്ച് നല്ല കമന്റ്സ് ഇട്ട കുറച്ച് പേരുണ്ട്. അതായത് ഷീല, രേഷ്മ, പിന്നെ രണിദേവ്, അങ്ങനെയുള്ള പിന്നെ ഒരു സ്ഥിരം ഒരാളുണ്ട് അംബിക KP. ശരിയാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കുറേ നാൾ കൊണ്ട് നമ്മുടെ വീഡിയോ ഇടുന്ന സമയം തൊട്ട് പുള്ളിക്കാരി കമന്റ്സ് നല്ല ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗസ്സിംഗ് വീഡിയോ, അതിന് ഇപ്പോഴും ആൻസർ ഇപ്പോഴും ഓരോരുത്തർ കമന്റ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞേക്കി. ആ ഗസ്സിംഗ് വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ അതിനൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 24 മണിക്കൂർ എന്ന് പറഞ്ഞു. അപ്പൊ ആ 24 മണിക്കൂറിനകത്ത് ഇട്ടവരുടെ പേരുകൾ നറുക്കിട്ട് ഞങ്ങൾ അവർക്ക് ഗിഫ്റ്റും കൊടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു പിന്നീട് കാണുന്നവരായിരിക്കും ഇത് ഇങ്ങനെ വീണ്ടും കമന്റ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ വരുന്നത്. സോറി കേട്ടോ, നമ്മൾ അടുത്ത ഓരോ വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയതിൽ 2 പേരൊഴികെ 4 പേരും എന്നെ വിളിച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുകയും അവരുടെ സന്തോഷം പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാള് കോട്ടൂരാണ് അതിന്റെ വീട്, ഷംനാദ് സഫി എന്നാണ് പുള്ളിക്കാരുടെ പേര്. എൻ്റെ സബ്സ്ക്രൈബറാണ്. അത് പോയിട്ട് ഞാനുമായിട്ട് ഇപ്പോൾ നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു മാല എന്ന് പറഞ്ഞാൽ 1 വർഷത്തിന് മുമ്പേ അത് ആഗ്രഹിച്ച മാലയാണ്. ഇതൊക്കെ 1 വർഷം മുമ്പേ ഇറങ്ങിയ ട്രെൻഡായിരുന്നു. അപ്പോൾ ഇത് ഗോൾഡ്, അതായത് പ്ലേറ്റഡ് രൂപത്തിൽ കിട്ടിയപ്പോഴത്തേക്ക് അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. ആഗ്രഹിച്ച മാല അതിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അത് ഉടൻ തന്നെ അതിൻ്റെ ഒരു വീഡിയോ പങ്കിട്ട് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. Thank you so much, Andy. Thank you so much. It's a very precious gift for me because ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു സാധനം എൻ്റെ കയ്യിൽ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുമെന്ന്, ഒരാൾ തരുമെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ആൻറ്റി. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നെക്ക് പീസ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഒരുപാട് എനിക്കെന്തോ പറയാം, എന്തോ പറയണമെന്നറിയില്ല ശരിക്കും. താങ്ക് യു സോ മച്ച് ആൻറ്റി. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം, എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം നിങ്ങൾ. പിന്നെ കമൻസ് ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
അത് വീഡിയോ സംബന്ധിക്കുന്ന കമൻസുകളൊക്കെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അല്ലാത്തതിനൊന്നും നമ്മൾ സെലക്ട് ചെയ്യാറില്ല. അതുകൂടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കമൻസ് ഇനിയും നമ്മൾ നല്ല നല്ല ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും കിട്ടിയിട്ടല്ല നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഗിവ് അവേ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ കാണുന്ന ആ ഒരു നിങ്ങളിടുന്ന കമൻസും നിങ്ങൾ കാണുന്നു എന്നുള്ള സന്തോഷം കൊണ്ടാണ്. നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. ആ സന്തോഷമാണ്, എൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഒരു ഗിവ് അവേ ആയിട്ട് എത്തിക്കുന്നത്. അപ്പോൾ തുടർന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസ് ഫുൾ വാച്ച് ചെയ്യുക. അതിനകത്തെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഓരോന്നും കമൻസ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് പ്രതീക്ഷിക്കാതെ എത്തുന്നതാണ്. അപ്പം നമുക്ക് ഇനിയും വീണ്ടും തുടർന്നും നമുക്ക് ഇതുപോലെ തന്നെ കാണാം, ഈശ്വരൻ സഹായിച്ചാൽ. അപ്പോൾ ഓക്കെ, ബൈ.